ആലപ്പുഴ മുതുകുളം പഞ്ചായത്തിലെ KKC ജംഗ്ഷനിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം റോഡിലേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട് 2 മാസമാകുന്നു. പലവട്ടം വാട്ടർ അതോറിറ്റിയിൽ പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെ നിന്ന് അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുതുകുളം പഞ്ചായത്തിലെ KKC ജംഗ്ഷന് സമീപത്തുള്ള റോഡിലാണ്. ഇത് റോഡല്ല, യഥാർത്ഥത്തിൽ തോടാണ്. എനിക്ക് പുറകിൽ റോഡിൽ നിറയെ വെള്ളമാണ് കാണുന്നത്. ഈ വെള്ളം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി റോഡിലേക്ക് വെള്ളം വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പൈപ്പിന്റെ ഈ ഭാഗത്തായാണ് ഈ പൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഇത് 1ഉം 2ഉമല്ല, 2 മാസം ഈ പൈപ്പ് പൊട്ടി ഇതുവഴി വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും വാട്ടർ അതോറിറ്റിയിൽ പല തവണ കംപ്ലൈന്റ് ചെയ്തിട്ടും ഇതിനെതിരെ ഒരു നടപടിയും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ജലം അമൂല്യമാണ് എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, 1ഉം 2ഉമല്ല, 2 മാസമായി ഈ പൈപ്പ് പൊട്ടി ദിവസേന ഈ രീതിയിൽ വെള്ളം ഈ ഭാഗത്ത് കൂടി ഒഴുകുന്നത് എന്നാണ് ഈ നാട്ടുകാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, എന്താണ് യഥാർത്ഥത്തിൽ എപ്പോഴാണ് ഈ പൈപ്പ് പൊട്ടി വെള്ളം പോകാൻ തുടങ്ങിയത്? പൈപ്പ് പൊട്ടി പോയിട്ട് 2 മാസത്തിൽ കൂടുതലായി. ഞങ്ങൾ ഇവിടുന്ന് ഈ 7ാം വാർഡിലെ മെമ്പറോട് വിളിച്ച് പറഞ്ഞു. ഫസ്റ്റ് മെമ്പർ പറഞ്ഞ് ഇവിടെ കണ്ട് വേറെ പൈപ്പ് നന്നാക്കാൻ വരുന്നുണ്ട്, അന്നേരം ഞാനൊന്ന് സൂചിപ്പിച്ചേക്കാമെന്നാണ് അവരുടെ പറച്ചിൽ. ഞങ്ങൾ അന്ന് മുതൽ വാട്ടർ ഇതിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വെള്ളത്തിലും ഈ വെള്ളത്തിൽ കൂടി പട്ടിയും ഒക്കെ ഇറങ്ങി നടക്കുന്ന അതിലൂടെയാണ് മനുഷ്യർ നടക്കുന്നത്. വെള്ളത്തിൽ നക്കി കുടിക്കുക, അതിന്റെ കൂടി ഞങ്ങളും നടക്കുന്നു. എന്ത് ചെയ്യും? ഇതിനോട് അധികം അകലെയല്ലാതെ തന്നെയാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ഉള്ളത്. എന്നിട്ടും അവർക്ക് ഇതിലൊരു നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ പ്രദേശത്തെ ഒരു നാട്ടുകാരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതിപ്പോ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വെള്ളത്തിന്റെ ലഭ്യത കുറവ് മൂലം പഞ്ചായത്തിൽ നിന്ന് വെള്ളം ഒന്നിടവിട്ട് ഇവിടെ കൊണ്ടടിച്ച ഒരു ഏരിയയാണ്. വാട്ടർ ടാങ്കിൽ കൊണ്ടുവന്ന് അടിച്ച ഒരു ഏരിയയാണ്. ആയതിനാലാണ് നമുക്കിത് കാണുമ്പോൾ ഭയങ്കര വിഷമം. അതുപോലെ തന്നെ ഇതിനപ്പുറം, ഈ കാണുന്നതിനപ്പുറം, ഈ തോടിനപ്പുറം കാണുന്ന വേറെ പഞ്ചായത്താണ്. നമ്മൾ വെള്ളത്തിന്റെ ലഭ്യത കുറവ് മൂലം നമ്മൾ അവിടെ നിന്ന് പോയി വെള്ളം ചുമന്നുകൊണ്ടാണ് ഇവിടെയൊക്കെ വന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് വെള്ളത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട്. ഈ 2 മാസം പിന്നിടുകയാണ് ഈ പൈപ്പ് പൊട്ടി വെള്ളം ഇങ്ങനെ ആർക്കുമില്ലാതെ പാഴായി പോകുന്നത്. എന്നിട്ടും വാട്ടർ അതോറിറ്റിയോട് ബന്ധപ്പെട്ടപ്പോൾ ഉടനടി പരിഹരിക്കാം എന്നാണ് പറയുന്നത്. എന്തായാലും അത് പാഴ്വാക്കാകുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ എബിനൊപ്പം അനഘ ഹർഷൻ, റിപ്പോർട്ടർ.